ജനങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. ബാഫഗിതങ്ങളെ കാലത്തെ ജനങ്ങളും അല്ല, മുപ്പത്തങ്ങളെ കാലത്തെ ജനങ്ങളും അല്ല. അന്നത്തെ ജനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ജനങ്ങളായി, തെർബിയത്ത് കുറഞ്ഞ ആൾക്കാരായി. ബാപ്പാനിമാരെ തന്നെ ശരിക്കും ബഹുമാനിക്കാത്തവർക്ക് അവനാന്റെ ബാപ്പാനെ ബഹുമാനിക്കാത്തവർ പിന്നെന്താ ഓൻ ദീനിനെ ബഹുമാനിക്കും? ജനങ്ങളോട് കടമല്ലാത്തവൻ പടച്ചവനോട് കടമ ബോധിപ്പിക്കോ? ഇല്ലല്ലോ. നിസ്കാരം പള്ളിയൊക്കെ ഒരുപാട് വികസിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ മനസ്സിലെ ഈമാൻ വളരെ കുറവാണല്ലോ. ഈമാൻ കുറഞ്ഞോണ്ടല്ലോ ഈ സംഗതിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എപ്പോൾ ഒന്ന് പഠിച്ചു നോക്കി. ഇപ്പൊ നമ്മുടെ നാട്ടില് ദീനിയായി നടക്കുന്ന ചലനങ്ങൾ എത്ര പഠന ക്ലാസ്സാ? എവിടെ നോക്കിയാലും ഖുർആൻ ക്ലാസ്, വനിതാ ക്ലാസ്, സുബൈക്ക് പള്ളിയിൽ ക്ലാസ്. ഇനി എവിടെ ക്ലാസ് വേണ്ടി? ഇനി എവിടെ ക്ലാസ് വേണ്ട? പണ്ടൊന്നും വെള്ളിയാഴ്ച പള്ളിയിൽ ഇത്ര പ്രസംഗം ചെല്ലോ. പള്ളിയിൽ മൂല്യം ശരിക്കും പ്രസംഗിക്കും. ആയപ്പോ ഒരു അത്യാവശ്യ കാര്യമില്ല. ഇപ്പോഴോ പ്രസംഗിക്കാൻ അറിയാത്ത ഖത്തീബിന് ജോലി തന്നെ. എവിടെയും പ്രസംഗം, എവിടെയും ദീന്. എത്ര യോഗം എടുത്ത്, എത്ര വഴുതാപ്പ തർക്കങ്ങൾ ആലോചിച്ചു. ഇതൊക്കെ കൂടി കണ്ടാൽ കൗമ് നന്നായിട്ട് സ്വർഗത്തിൽ സ്ഥലജാത്ത മാതിരിയാവൂലേ? അത്രയും കൗമ് നന്നാണ്ടേ, പക്ഷെ ഒറ്റ നന്നായിട്ടില്ല. ഈ പത്രം വായിച്ചാൽ എല്ലാ തിന്മയും ചെയ്യുന്ന നമ്മൾ തന്നെയാണ്. പണ്ട് ഇത്ര വഴുതില്ല, ഇത്രയധികം പഠന ക്ലാസ് ഇല്ല, പള്ളിയിലൊന്നും വെള്ളിയാഴ്ച അങ്ങനെ പ്രസംഗവുമില്ല. പക്ഷെ അന്നത്തെ ജനങ്ങൾ ഇങ്ങനെ എരപ്പത്ര അധികം ഉണ്ടാക്കിയതില്ലല്ലോ. ഇപ്പൊ ബാങ്ക് കൊള്ളേതാലും നമ്മൾ തന്നെ, വ്യഭിചാരം നടത്തിയാലും നമ്മൾ തന്നെ, എന്ത് തമ്മാടി തന്നെ നമ്മൾ തന്നെ. ഉത്ബോധനങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊടി പൊടിക്കുക, തമ്മാടിത്തെ ഒരു ഭാഗത്ത് വേറെയും പൊടി പൊടിക്കുക. അതന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ തുസഖറഫുൽ മഹാരീബ് വ തുഖാബുൽ ഖുലൂബ്. അതന്നെ തുസഖറഫുൽ മഹാരീബ്, മെഹ്റാബുകൾ വർണ്ണ മനോഹരവും. ഓരോ നാട്ടിലും അന്തസ്സുള്ള പള്ളി ഇങ്ങനെ വരും. തുഖറബുൽ ഖുലൂബ്, മനുഷ്യന്റെ കൽബ് ഖറാബാവും. കൽബിൽ ദീനുണ്ടാവില്ല. ദീനൊക്കെ പള്ളിന്റെ മുകളിൽ മിനാര പെയിന്റ് അടിക്കണം, മിനാരത്തിന് ഗ്ലാസ് വെക്കണം, ടൈൽസ് വെക്കണം. ഈമാൻ മുഴുവൻ കാണുന്ന എവിടെയാ? പ്രകടനം. ഒരു അങ്ങാടിയിൽ വന്ന വലിയ മിനാരും പള്ളിയൊക്കെ വേണം. മനുഷ്യന്റെ മനസ്സിൽ ആ സാധനം തീരുണ്ടാവില്ല. മനസ്സിൽ നിന്ന് ഈമാൻ പ്രകടനമായി മാറി പുറത്തു വന്നു. സ്വഹാബത്തിന്റെ കാലത്തെ പള്ളിക്ക് വലിയ അലങ്കാരമൊന്നുമില്ല, പക്ഷെ നിസ്കരിക്കാൻ മനുഷ്യന്റെ കൽബിൽ മുഴുവൻ ഈമാനാ. ദീനിനെ തൊട്ടടിക്കാൻ അവരേക്കൂല. ഇന്ന് നമ്മളെ മക്കളെ പള്ളിക്കും മിനാരും പെയിന്റൊക്കെ വേണമെങ്കിൽ കള്ളുപിടിച്ചൊരു മുസ്ലിം നടക്കാൻ ഒരു വിഷമൊന്നുമില്ലല്ലോ. അങ്ങനെ പിടിച്ചോട്ടെ, കുഴപ്പമില്ല, അവനെ ചോദിച്ചാലേ പ്രശ്നമില്ല. ഇതല്ലേ നമ്മുടെ സമയം കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറഞ്ഞത്. മാറ്റില്ല, വയതുകൊണ്ട് ഗുണമില്ല, ഖുർആൻ ക്ലാസ് കൊണ്ട് ഗുണമില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ നിർത്തിയേക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അനുസരിച്ചൊരു ഫലം കിട്ടാത്ത എന്താ? ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദൂഷ്യ പ്രശ്നങ്ങളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിറ്റാമിന്റെ കുറവല്ല, ഹറാമിന്റെ അംശം കുറയുണ്ട്. കുറെ വട്ടിപ്പലിശ, കുറെ വേണ്ടാത്ത പൈസ. നല്ല പൈസ തിന്നെങ്കിലല്ലേ നല്ല തടി ഉണ്ടാവുള്ളൂ. ആ തടിക്കല്ലേ ഉത്ബോധന യേശുള്ളൂ. മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്താലേ മക്കളെ നന്നാവുള്ളൂ. ഹറാമിന്റെ ഭക്ഷണം കൊടുത്താൽ ഇവിടെ വാരണവൻ തിരിഞ്ഞു നടക്കല്ലേ ഉള്ളൂ. പിന്നെ അതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. രാവിലെ സുബൈ കൃത്യസമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക, അങ്ങനെയൊന്നുമില്ല. സുബൈക്ക് കടന്നുറങ്ങും, രാത്രി ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് നിന്ന് നടക്കും, നിസ്കരിക്കൂല. ഏതൊരു പിതാവിനൊരു മാതാവിനും കുട്ടീനെന്ന് രാവിലെ വിളിച്ചോടത്തിക്കൂടെ? എന്നിട്ട് ലേശം ഖുർആൻ ഓദിച്ചൂടെ? എന്താ ചെയ്യണേന്? അത് ചെയ്യൂല. ഒരു തെർബിയത്തും കൊടുക്കില്ല. നമ്മളൊക്കെ അങ്ങനെ തന്നെ. നിങ്ങൾ അഞ്ചന്മാരൊക്കെ വീട്ടിലുണ്ടാവും, വിളിച്ചോടത്തിന്റെ ശേഷം ആദ്യം നീക്കണ്ടേ? ഒന്ന് വിളിച്ചോടത്തി സുബൈസ്കരിച്ച് ലേശം ഖുർആൻ ഓദിച്ചു കുട്ടികളെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു മാറ്റുണ്ടാവും. അത് ചെയ്യാതെ കുട്ടി എവിടെയോ കള്ളുടിച്ച് വീണെടുക്കേണ്ടെന്ന് പറയുമ്പോ പിന്നെ വയലിന്റെ മജ്‌ലിസിക്ക് 100 രൂപ കൊടുത്തിട്ട് സംഭാവന ചെയ്ത് കുട്ടികളെ സ്വർഗത്തിക്കാക്കാൻ വേണം നടക്കൊന്നുമില്ല. ആവൂലെന്നല്ല ഞാൻ പറഞ്ഞത്. പഠിച്ചോണ്ട് നന്നാക്കിയാൽ നന്നാവും. വേറെ കാര്യം കുറുക്കുവയ്ക്ക് പറ്റില്ല ഏർപ്പാട്. അങ്ങനല്ലേ? എരപ്പായിട്ട് നന്നാക്കാൻ നിൽക്കണ്ടല്ലോ, എരപ്പാടിനും നന്നാക്കിക്കൂടെ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ തെർബിയത്തിന്റെ ഒരു മനസ്സ് നമുക്കൊക്കെ പറഞ്ഞു. പൊതുവേ നമ്മൾ ഒരു വിമർശനാത്മകമായിട്ടുള്ള എല്ലാത്തിനും കാണും. നിങ്ങളെ വീട്ടിൽ നല്ല ഭക്ഷണം വെച്ച ഒരാളെ കല്യാണത്തിന് വിളിച്ചു നോക്ക്, നല്ല സൽക്കാരം നടത്തി നോക്ക്. ഒക്കെ തിന്ന് പോകുമ്പോ ആ ഇറച്ചി ലേശം വന്നിട്ട് ചേട്ടാ കുറച്ചൊരു കുറവുണ്ട്. ആ സാധു ഇത്ര ഇടങ്ങറായി ഉണ്ടാക്കിയ കയറിയാണ്.